वीडियो भी तो बननी चाहिए. രാവിലെ 4:30 ഇറങ്ങാനിരുന്ന ഞങ്ങൾ അങ്ങനെ അവസാനം 6 മണിയായപ്പം വീട്ടിൽ നിന്ന് ആതിരപ്പള്ളി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അപ്പോൾ നമ്മുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആതിരപ്പള്ളി പോകുക, അവിടുന്ന് വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നേരെ വാൽപ്പാറ പിടിക്കുക, വാൽപ്പാറയിൽ നിന്ന് തിരിച്ച് നമ്മൾ കാന്തല്ലൂർ വഴി ഇറങ്ങി മൂന്നാർ വന്ന് അവിടുന്ന് നേരെ തിരിച്ച് എറണാകുളം. അതാണ് പ്ലാൻ. പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയെത്തിയ ആദ്യം ആതിരപ്പള്ളി ഓയിൽ പാം പ്ലാന്റേഷൻസിൻ്റെ ചെക്ക് പോസ്റ്റിലാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ അവർ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത്, ഇന്ന് തിരിച്ചു വരുന്നുണ്ടോ, അതോ അതുവഴി നേരെ കറങ്ങി പോകാനാണോ. അതൊക്കെ കൊടുത്ത് നമ്മളുടെ വണ്ടി നമ്പറും ഫോൺ നമ്പറും കൊടുത്ത് അവിടെ നിന്ന് നമുക്ക് യാത്രയാവും. ആനിമൽസിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോയത്. അങ്ങനെ പോയപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ മുന്നിൽ 2 കൊമ്പന്മാർ, അല്ല ഒരു കൊമ്പനും ഒരു കൊമ്പിയും. ഇവരെ കുറച്ചുകൂടി അടുത്ത് കാണാനായി ഞങ്ങൾ ദൂരെ കുറച്ച് മാറ്റി വണ്ടി നിർത്തിയിട്ട് പെയ്യെ അങ്ങടേക്ക് നടന്നു. मत कर, कुछ नहीं दिखेगा. वीडियो कॉल पे क्या जूम करेगा तू? ആനകൾ ഫുഡ് കഴിക്കുന്നത് കണ്ട് വിശന്ന അവസാനം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായി പോയി. നമ്മുടെ ആതിരപ്പള്ളി സിൽവർ സ്റ്റോമിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ. അവിടെയാണ് നല്ല ചൂട് പൊറോട്ട ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കടയിൽ നിന്ന് ഒരു ചായ മേടിച്ച് ഞാൻ നേരെ അവിടുത്തെ പാലം ലക്ഷ്യമാക്കി നടന്നു. അവിടെ നോക്കിയപ്പോൾ ഒരു കൂട്ടം കുരങ്ങന്മാരിരിക്കുന്നുണ്ട്. അവരെ കാണാനായിട്ടൊന്ന് പോയത്. അവന്മാരാണെങ്കിൽ നല്ല കോടയൊക്കെ കണ്ട് നല്ല മൂടിൽ പാലത്തിൻ്റെ മണ്ടയ്ക്ക് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞാനും ചായയൊക്കെ കുടിച്ചിട്ട് പെയ്യെ മടങ്ങുന്നതാണ്. ആ വഴിക്ക് എനിക്ക് ഒരുത്തനെയും കൂടെ കിട്ടി. ദേ അമ്മയുടെ അനിയത്തിയുടെ മോളാ. പിള്ളേരുടെ സ്വഭാവം നോക്ക്, ചില മന്ദബുദ്ധി പിള്ളേരുടെ. വെള്ളച്ചാട്ടം കണ്ട് തുണി അലക്കുന്ന ഡച്ചിമാർ. ठंडा होगा. बीच वाले पत्थर तक मजा आ जाएगा. मैं अपना वीडियो में. ओहो കുളി. ചേപ്പാറ ബ്രിഡ്ജിൽ വാട്ടർഫോൾ കാണുന്നത്. ഞങ്ങൾ ചെയ്ത പോലെ നിങ്ങളും കുറച്ച് നേരത്തെ ഇറങ്ങിയ നല്ല ഫ്രീ ആൻഡ് കാം ആയിട്ട് ആരുമില്ലാതെ ഒരു തിരക്കുമില്ലാതെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂസൊക്കെ കണ്ട് പെയ്യെ പോകാം. അല്ലാതെ ഉച്ച കഴിഞ്ഞെങ്ങാനും ഇറങ്ങാൻ നിന്നാൽ ഇവിടെ നിൽക്കാൻ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോലും സമയം കാണില്ല.
ഓടാ. हाँ Hey guys, बनिया കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളതുകൊണ്ടും അതുപോലെ തന്നെ നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ടും ഞങ്ങൾ ആതിരപ്പള്ളി സ്കിപ്പ് ചെയ്ത് നേരെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു തിരക്കുമില്ല, നല്ല പീസ് ആൻഡ് ക്വയറ്റായിട്ട് പോയി എല്ലാം കണ്ടു. ദൈവം സഹായിച്ച് നല്ല ഭാഗ്യമായതുകൊണ്ട് പോയ വഴിക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് വായിൽ കിട്ടതേ ഉള്ളൂ. ദേ കിടക്കുന്നു റോഡിൻ്റെ നടുക്കൊരു വലിയ മരം. ഫോറസ്റ്റിൻ്റെ ആൾ വന്ന് മരം മുറിച്ച് മാറ്റുന്നവരെ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. അത്രയും നേരം ഞങ്ങളൊരു 10-50 പേര് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു. Hey, go back. Hey, go back. Hey. Stupid people, go get out. Hey, madam, क्या छेड़ के रहे हो? यार इतने फास्ट देख रहे हो, ये कैसे खुश हो रहा है, देखना इसकी चाल देखना. ബെസ്റ്റ് ടൈമാണ് രാവിലെ. നേരത്തെ എത്താൻ വേണ്ടി വന്നതാ. മരം നല്ല പാട്. അറ്റ് ലാസ്റ്റ് അങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് അവർ വന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം ബാക്ക് ടു നോർമൽ. നമ്മൾ ഹാഫ് വേ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു പൊള്ളാച്ചി കയറി. ഇനി ബാക്കി 48 minutes 25 kilometer to Valparai tea estates. Damn. Mango. Mangga pineapple. Sholer Dam. Hello. गाती चला जा रहे हो. पूरा खत्म. इसमें पानी भी लाते हैं ऐसे. പിന്നെ വിത്തിൻ നോ ടൈം നമ്മൾ നേരെ വാൽപ്പാറയുടെ ബ്യൂട്ടിഫുൾ ടീ എസ്റ്റേറ്റ്സ് കണ്ടു തുടങ്ങി. എന്ത് മനോഹരമായ വ്യൂ ആണല്ലേ. നമ്മുടെ മൂന്നാറും വാഗമണ്ണും പോയി കഴിഞ്ഞ് ഇതുപോലൊക്കെ തന്നെ. പക്ഷേ എപ്പോഴും ഇത് കാണുമ്പോൾ കണ്ണൊരു കുളിർമയാണ്. അതെന്താണെന്നറിയില്ല, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് വെരി നൈസ്. ഷാറുഖ് ഖാൻ വാലെ പോസ് ദിയോ. അങ്ങനെ ഒടിഞ്ഞ ഷാറുഖ് ഖാനെ പെറുക്കി വണ്ടിയിലിട്ട് ഞങ്ങൾ പിന്നെയും യാത്രയായി. യാത്ര ചെയ്ത് വിശന്നു. ഒരു ചെറിയ ബിരിയാണി ബ്രേക്ക്. ബിരിയാണി
സാലഡ് കഴിച്ചു സെയിം. Sir. Wow. Nice. Hey guys, dance karo, dance. Yeah. Beautiful sceneries. And ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിൾ നല്ല പ്രതിഷ്ഠ. വെരി ഗുഡ്. ആ അടിപൊളി. Where are you going? അങ്ങനെ 1 ഡേ ഓഫ് ട്രിപ്പ് കഴിഞ്ഞു. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായി നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചേച്ചിയുടെ ചെറിയ ഇഡ്ഡലിക്കട. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പാക്ക് ചെയ്തിറങ്ങി മൂന്നാർ ലക്ഷ്യമാക്കി. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതുപോലത്തെ മൗണ്ടൻ റോഡ്സിൽ കൂടെയാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ഹില്ലി ഏരിയയിൽ റോഡ്സിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു പീസ് ആൻഡ് ഒരു കാം കിട്ടും. അത് ഭയങ്കര ഇഷ്ടമാണ്. Pineapple. वो सेंटर पे अच्छा लग रहा है. സൂപ്പർ. ദിവാലി സീസണായ അതിന് കുറച്ച് പടക്കം മേടിച്ച് കളയെന്ന് കരുതി പോയ വഴി ഒരു പടക്ക ഫാക്ടറിയുടെ ഫ്രണ്ടിൽ നിർത്തി. അതിൽ MRP കണ്ട നമ്മൾ ആദ്യം ഒന്നും ഞെട്ടുമെങ്കിലും ആക്ച്വൽ പ്രൈസ് അത്യാവശ്യം കുറവായിരുന്നു. അതൊരു പാക്കറ്റ് എടുത്തു. पटक ये कौन सा है? फेंकने वाला? अरे പടക്കക്കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ട് പടക്കം പൊട്ടിച്ചെന്നെ അവിടുത്തെ ചേച്ചി വന്ന് എന്തൊക്കെയോ പറയണ്ടായി. അതും കേട്ട് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് പോയി. आ गए. कहाँ पे? Where are you? सेंसर्ड हो गया. मुनार है. അങ്ങനെ നമ്മൾ കറങ്ങി കാന്തല്ലൂർ വഴി നേരെ മൂന്നാറെത്തി. മൂന്നാറെത്തിയപ്പോൾ ഇതേ നമ്മുടെ KSRTCയുടെ പുതിയ ഡബിൾ ഡെക്കർ ഗ്ലാസ് ബസ്സും കണ്ടു. മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ നേരെ എറണാകുളം ലക്ഷ്യമാക്കി അവിടുന്ന് യാത്രയായി. ഒരു വട്ടം ഇതിൽ കയറി യാത്ര ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇനിയും മൂന്നാർ പോയി കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് ഭ്രാന്താവും. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ 5 വട്ടത്തിൽ കൂടുതൽ മൂന്നാർ പോയിട്ടുണ്ട്. വന്ന വഴി ദേ പുതിയൊരു സാധനം, ഹോട്ട് എയർ ബലൂൺ. നമ്മുടെ നാട്ടിലിങ്ങനെ പ്രത്യേകിച്ച് കണ്ട് ശീലമില്ലാത്ത ഐറ്റമാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നോക്കി വണ്ടി നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇതെന്തോ പ്രീ വെഡിങ് ഷൂട്ടോ എന്തോ നടക്കുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും വന്ന് ടിക്കറ്റ് വെച്ച് കയറാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ഫ്ലൈ ഹൈ എന്നെന്തോ ആണ് എൻ്റെ പേര്. ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കണ്ടാൽ മനസ്സിലാവും.
അങ്ങനെ JCB കണ്ട കുട്ടികളെ പോലെ ഞങ്ങളും കുറേ നേരം അതും നോക്കി അവിടെ നിന്നു. Sibling love. And with that, our trip comes to an end. നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി രാത്രി പടക്കമൊക്കെ പൊട്ടിച്ച് ദീപാവലിയൊക്കെ ആഘോഷിച്ച് അന്നത്തെ ദിവസം അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഇതുവരെ നിങ്ങൾ എത്തിയെങ്കിൽ a big thank you to watching this video and bye bye to you. Have a good day. Until next time, ta-da.